അഭിനയ രംഗത്ത് നിന്നും ഏറെ കാലമായി മാറി നിൽക്കുന്ന നടിയാണ് സംയുക്ത വർമ്മ. നടൻ ബിജു മേനോനുമായുള്ള വിവാഹശേഷമാണ് സിനിമാ രംഗത്ത് നിന്നും സംയുക്ത മാറി നിന്നത്. പല പ്രമുഖ നടന്മാരുടെയും നായികയായി അഭിനയ രംഗത്ത് തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു സംയുക്തയുടെയും ബിജു മേനോന്റെയും വിവാഹം. വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും മാറുന്ന താരത്തിനെ മലയാളികൾ എല്ലാവരും തിരികെ വിളിച്ചിരുന്നെങ്കിലും കുടുംബത്തിന് പ്രാധാന്യം നൽകിയ സംയുക്ത അതൊന്നും തന്നെ വകവെച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ അഭിനയം നിർത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അന്നത്തെ ബിജു മേനോന്റെ ഉപദേശത്തെക്കുറിച്ചൊക്കെ തന്നെയും തുറന്ന് സംസാരിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ധന്യ വർമ്മക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം തുറന്ന് സംസാരിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ ചില സീനുകൾ വന്നാൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് പോലുമില്ല. ബിജുവേട്ടൻ അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആകാത്ത വ്യക്തിയാണ്. ഒരിക്കൽ ബിജുവേട്ടൻ എന്നോട് പറഞ്ഞ സംയുക്ത, സിനിമ എന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണെന്നും ഇത്രയും ആളുകൾ സംയുക്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും ഇത്രയും ആൾക്കാർ മഴ നനഞ്ഞാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അഭിനയത്തിൽ നിന്നും പെട്ടെന്നൊരു ബ്രേക്ക് ഒന്നും എടുക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ പറയണം. അതല്ലാത്ത പക്ഷം നമുക്ക് ഇവരെ ഒന്നും തന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു. അത്രമാത്രം തന്റെ പ്രൊഫഷനെയും ചുറ്റുപാടിനെയും സ്നേഹിച്ചിരുന്ന വ്യക്തി തന്നെയായിരുന്നു ബിജു ചേട്ടൻ. പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ സൗഹൃദമൊക്കെയായി വിവാഹിതരാവുകയും ചെയ്തു. ആ സമയത്തും അദ്ദേഹം എന്നോട് ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അധ്വാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വേണം നമ്മുടെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് അദ്ദേഹം എന്നോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഞാനൊരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞും പിറന്നിരുന്നു. കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കിയായിരുന്നു ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയത്. അവിടെ എൻ്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചാണ് ഞാൻ തിരികെ വീട്ടിലേക്ക് പോവേണ്ട, നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ വേണ്ടി കുറച്ച് സമയം വൈകി. അതെന്നെ വല്ലാതെ മാനസികമായി തളർത്തി. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അരികിലേക്ക് തന്നെ പോകണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ആ സമയത്ത്. അത് ഞാൻ ബിജു ചേട്ടനോട് പറയുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ കൂടെ ബിജു ചേട്ടനും ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ദേഷ്യം തോന്നി. കാരണം നമ്മൾ അഭിനയത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമുക്കങ്ങനെ ഒരാളുടെ കാര്യം പറഞ്ഞ് നിർത്തി പോകാൻ സാധിക്കില്ല. എന്നാൽ അവിടെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ള ടെൻഡൻസി എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും കണ്ടിട്ട് ബിജു ചേട്ടൻ ഒട്ടും ദേഷ്യമില്ലാത്ത രീതിയിൽ നിന്നു എന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് ഉപദേശിച്ചു. ഈ അഭിനയം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കാര്യമല്ലായിരുന്നു. നമ്മുടെ ചുറ്റുപാടുള്ളവരും ഒരുപാട് ഇതിനെയൊക്കെ തന്നെ ഈ പിന്നിൽ നിന്ന് കണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയായിരുന്നു ബിജു ചേട്ടൻ എന്ന് എന്നോട് പറഞ്ഞത്. മാത്രമല്ല, എല്ലാത്തിനും ഓക്കെ ആകുന്ന സമയത്ത് മാത്രം അഭിനയത്തിലേക്ക് വരിക എന്നായിരുന്നു അദ്ദേഹം എന്നോടൊന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് അഭിനയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് സംയുക്തയും പറയുന്നത്. തൻ്റെ ഭർത്താവ് കാരണമല്ല താൻ അഭിനയത്തിൽ നിന്നും മാറി നിന്നത് എന്നും അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാൻ കാരണം എൻ്റെ മാത്രം തീരുമാനമാണ് എന്നുമായിരുന്നു സംയുക്ത ഇന്റർവ്യൂവിലൂടെ തുറന്നു പറഞ്ഞത്.